പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച MES കോളേജ് കൊച്ചി AICTE അംഗീകാരവും MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, BCom മാർക്കറ്റിംഗ്, BBA, BCA, BA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു. യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് 3 വിഷയങ്ങൾക്ക് 80% കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു. ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു. MES കോളേജ് കൊച്ചി, മുണ്ടംവേലി, നിയർ തോപ്പുംപടി, കൊച്ചി. Contact 0484298067 7902980067. കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം നടന്നു. കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വൈറ്റ്സിന്റെ ഭാരവാഹികൾക്ക് പൂച്ചെടി തൈകളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഫാദർ ജോയ്ഫിൻ ദാസ് കട്ടിക്കാടിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കൊച്ചി നഗരസഭ പ്രതിപക്ഷ നേതാവും 1ാം ഡിവിഷൻ കൗൺസിലറുമായ അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ പൂച്ചെടി തൈകളുടെയും പച്ചക്കറി തൈകളുടെയും വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പ്രദേശത്ത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന മരങ്ങൾ, വലിയ മഴമരങ്ങൾ ഇന്നും ആരും സംരക്ഷിക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ പല മരങ്ങളും വീണുകൊണ്ടിരിക്കുന്നു. പല പഴക്കമുള്ള മരങ്ങൾ, 200-250 വർഷം പഴക്കമുള്ള മരങ്ങൾ, അത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മൾ ഈ ദിനത്തിൽ ഏറ്റെടുക്കേണ്ടതായിട്ടിരിക്കുന്നു. അത് നമ്മൾ മാത്രമല്ല, നമ്മളുടെ അധികാരികളും അതിന്റെ വേണ്ടപ്പെട്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമുക്കറിയാം, ഇവിടെ നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ ചൂട് അനുഭവപ്പെട്ട് വീട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. നമുക്ക് നമ്മുടെ അയൽ സംസ്ഥാനത്ത് 45-50 ഡിഗ്രിയായിട്ട് ചൂട് വരുന്നു. അതിനുശേഷം വീണ്ടും പ്രകൃതിക്ഷോഭം മൂലം മഴ വരുന്നു. നമ്മൾ എല്ലാവരും ഒരു അസ്വസ്ഥരാണ്. ഇന്നത്തെ സമൂഹത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിഷമില്ലാത്ത പച്ചക്കറികൾ വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും കുരിത്തറ സംസാരിച്ചു. ഓണ വിപണികളെ ലക്ഷ്യമിട്ട് പൂക്കച്ചവടത്തിനായി ഒരുങ്ങുന്ന വൈറ്റ് സംഘടനയുടെ പുതിയ സംരംഭത്തിന് വിജയാശംസകളും നേർന്നു. കൊച്ചി കോർപ്പറേഷൻ 27ാം ഡിവിഷൻ കൗൺസിലർ ബെന്നി ഫെർണാണ്ടസ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മനുഷ്യരിൽ ജനിക്കണമെന്ന് നാളുകളായിട്ട് മനുഷ്യകുലം ആശിക്കുന്നത്. മരുഭൂമിവൽക്കരണത്തിനും വരൾച്ചയ്ക്കുമെതിരായി ചെറുത്തുനിൽപ്പ് എന്നതാണ് ഈ വർഷത്തെ മോട്ടോവായിട്ട് മുദ്രാവാക്യമായിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം, നമ്മുടെ ഭാവി, നാം വീണ്ടെടുപ്പിന്റെ തലമുറ എന്നതാണ് ഈ വർഷത്തെ മുദ്രാവാക്യമായിട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലോക ചരിത്രത്തിൽ ഇത് ഈ പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ഒരുപാട് പുസ്തകങ്ങളും ഡോക്യുമെന്ററികളും ഒക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് റേച്ചൽ കാൾസൺ എന്ന് പറയുന്ന റൈറ്റർ എഴുതിയ നിശബ്ദ വസന്തം, അതായത് സൈലൻസ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകം. പരിസ്ഥിതി ഇന്ന് നേരിടുന്ന ദുരവസ്ഥകളെക്കുറിച്ചും നാളത്തെ തലമുറ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെ പ്രതിപാദിച്ചും സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ വൈറ്റ്സിന്റെ പുതിയ സംരംഭത്തിന് വിജയാശംസകളും നേർന്നു. അസിസ്റ്റന്റ് കോർഡിനേറ്റർ നീതു സ്വാഗതം ആശംസിച്ചു. ചീഫ് അക്കൗണ്ടന്റ് റോസ്മേരി ഡേവിസ് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.